3 മാസം ഗർഭിണിയായ യശോദ പണത്തിന് വേണ്ടി ഒരു വാടകയമ്മയാകാൻ തീരുമാനിക്കുന്നു. തന്റെ അനിയത്തിയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനാണ് അവൾ ഈ വഴി തിരഞ്ഞെടുക്കുന്നത്. യശോദയെ ഇവ എന്ന കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മധു എന്ന സ്ത്രീയാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഈ സ്ഥാപനത്തിൽ ഗർഭിണികൾക്കായി ഡോക്ടർ ഗൗതം ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘവുമുണ്ട്. ഋഷി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അകാരണത്തിൽ മരിച്ച ശിവ ആരുഷി എന്നീ മോഡലിന്റെയും മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഈ മരണങ്ങൾ ആസൂത്രിതമായ ഒരു കൊലപാതകമാണെന്നും ഒരു സൗന്ദര്യവർദ്ധക കമ്പനിയുമായി ഇതിന് ബന്ധമുണ്ടെന്നും അവർ കണ്ടെത്തുന്നു. ഇവ എന്ന കമ്പനിക്കുള്ളിൽ യശോദ മറ്റ് വാടക ഗർഭധാരണ അമ്മമാരായ തേജു, കാജൽ, ലീല, ജെന്നി എന്നിവരുമായി അടുപ്പത്തിലാകുന്നു. എന്നാൽ ഗർഭിണികളായ കാജലിനെയും ലീലയെയും ഒരു ദിവസം അവിടെ നിന്ന് കാണാതാകുന്നു. ഇത് യശോദയിൽ സംശയം ഉണ്ടാകുന്നു. ഡോക്ടറുടെ ആക്സസ് കാർഡ് മോഷ്ടിച്ച് അവൾ രഹസ്യമായി ഒരു മുറിയുടെ അകത്തേക്ക് കയറുന്നു. അതൊരു മോർച്ചറിയാണെന്നും കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ ശരീരങ്ങൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ മരവിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്നതും അവൾ കണ്ടെത്തുന്നു. ഇതിന് പിന്നിൽ മധുവും ഡോക്ടർ ഗൗതവുമാണെന്ന് യശോദ മനസ്സിലാക്കുന്നു. സൗന്ദര്യത്തോട് ഒരുപാട് ഇഷ്ടമുള്ള മധു ഗർഭിണിയായി തുടർന്ന് അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ ഡോക്ടർ ഗൗതം കുട്ടികളുടെ പ്ലാസ്മ ഉപയോഗിച്ചുള്ള മരുന്നുണ്ടാക്കുകയും മധുവിന്റെ സൗന്ദര്യം വീണ്ടെടുത്തു കൊടുക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള സമ്പന്നരായ സ്ത്രീകൾക്കും സെലിബ്രിറ്റികൾക്കും ഈ മരുന്ന് വിൽക്കുന്നതിനായി അവർ അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ പ്ലാസ്മ അവർ ശേഖരിക്കുന്നു. തങ്ങളുടെ വഴിക്ക് തടസ്സമായി വന്ന ആരുഷിനെയും ശിവയെയും അവർ കൊല്ലുന്നു. അവസാനം മനസ്സിലാവുന്നു യശോദ യഥാർത്ഥത്തിൽ പരിശീലനം ലഭിച്ച ഒരു പോലീസുകാരിയാണ്. കാണാതായ തന്റെ സ്വന്തം സഹോദരി അന്വേഷിച്ചാണ് യശോദ ഒരു ഗർഭിണിയെ അഭിനയിച്ചത്. അവിടെ എത്തിയ പോലീസിലെ കമ്മീഷണർക്കും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടായിരുന്നു. ഒടുവിൽ യശോദ അവിടെയുള്ള കാവൽക്കാരെ എല്ലാം കീഴ്പ്പെടുത്തി പെൺകുട്ടികളെ രക്ഷിക്കുന്നു. സ്വന്തം കുഞ്ഞിന്റെ പ്ലാസ്മ വരെ ഉപയോഗിച്ചാണ് മധു തന്റെ സൗന്ദര്യം നിലനിർത്തിയെന്ന് അറിയുമ്പോൾ പെൺകുട്ടികൾ എല്ലാവരും ചേർന്ന് മധുവിനെ ഒരു കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു.